മിഷൻ എന്നത് നമുക്ക് സമൂഹത്തിൽ ആരെയാണ് സഹായിക്കേണ്ടത്, ഹൂ ഡു യു വാണ്ട് ടു ഹെൽപ്പ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മിഷൻ കണ്ടുപിടിക്കാനായിട്ട് 5 സ്റ്റെപ്പുകളുണ്ട്. ആ 5 സ്റ്റെപ്പ് നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പ്രശ്നം തിരിച്ചറിയുക. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ഇമോഷണലി പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ ചില പ്രശ്നങ്ങൾ നമ്മളെ മാനസികമായി ഒരുപാട് തളർത്തും, നമ്മളെ മാനസികമായി വേദനിപ്പിക്കും. ഈ പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ മാറിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഇപ്പം അത് നമുക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾ നേരിടുന്ന ഒരു അസമത്വമാകാം, അല്ലെങ്കിൽ ജെൻഡർ ഇനീക്വാലിറ്റി, അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നം നമുക്ക് കൂടുതൽ വേദനിക്കുന്ന ഒരു പ്രശ്നം നമ്മൾ കണ്ടെത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ അനുഭവിച്ച ഒരു പ്രശ്നത്തെ സമൂഹത്തിലെ ഒരു പ്രശ്നവുമായി കമ്പൈൻ ചെയ്യുക. അതായത് നമ്മൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അതിജീവിച്ച എന്ത് പ്രശ്നമാണ് ഇപ്പോൾ സമൂഹത്തിൽ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുക. എന്നിട്ട് അതിന് വേണ്ട രീതിയിൽ അതിനെ അതിജീവിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ്, നമ്മളൊരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിൽ ഒരു സന്തോഷം കണ്ടെത്തുക. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമായൊരു കാര്യമാകുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ടാകും. അപ്പോൾ അത് നമുക്ക് കൂടുതൽ നമുക്ക് ചിലപ്പോൾ അത് ചെയ്യുമ്പോൾ ക്ഷീണം തോന്നിയേക്കാം, പക്ഷെ അതിനെയും അതിജീവിച്ച് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനായി സാധിക്കണം. ചെറിയതാണെങ്കിലും നമുക്ക് നല്ല സമൂഹത്തിന് എഫക്റ്റീവായൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് സ്വാഭാവികമായിട്ടും വരും. അഞ്ചാമത്തേതാണ്, മിഷൻ കൃത്യമായി വ്യക്തമാക്കാനായി സാധിക്കണം. നമുക്ക് ഇപ്പോൾ ഹൂ ഡു യു വാണ്ട് ടു ഹെൽപ്പ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന ഒരു കാര്യം ചെയ്യേണ്ടത് എന്ന് നമുക്ക് കൃത്യമായി മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കണം. ഇക്കിഗായിൽ പറയുന്ന അടുത്തൊരു സ്റ്റെപ്പാണ്, അടുത്തൊരു ഘടകമാണ് വൊക്കേഷൻ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.